ഞാനിപ്പോൾ പാനാണ്ട് വിശേഷം. ഇവിടുത്തെ കുറച്ചു നേരം മുമ്പ്, ഒരു അരമണിക്കൂർ മുമ്പ് വിളിച്ചൊരു വേറൊരു ലോയർ സ്ത്രീ, കഴിഞ്ഞ ദിവസം അബ്ദുൽ ഫത്തയെ കണ്ട ലോയർ സ്ത്രീ അല്ല, വേറൊരു ലോയർ സ്ത്രീ, അവരുമായിട്ട് അവരെന്നെ ഫോണിൽ, ഇവിടുത്തെ മെയിൻ ഓഫീസിലെ ഫോണിലേക്ക് വിളിച്ചിട്ട് നിമിഷയെ വേണം എന്ന് പറഞ്ഞിട്ട് അവിടെ തന്നെ വിളിച്ചായിരുന്നു. ഞാൻ പോയി ഫോൺ അറ്റൻഡ് ചെയ്തു. അന്നേരം അവരെന്നോട് പറയുന്നത് ഇങ്ങനെയാണ്: വധശിക്ഷ നടപ്പാക്കാനുള്ള ഡേറ്റ് ഫിക്സ് ചെയ്തു എന്നാണ് പറയുന്നത്. അതിൻ്റെ ഓർഡർ ഇവിടെ ജയിലിൽ വരെ എത്തിയിട്ടുണ്ട് എന്നാണ് പറയുന്നത്. എന്ന് വെച്ചാൽ അതിപ്പോൾ ജയിലിലെത്തുന്നത് എല്ലാവരുടെയും സൈനോട് കൂടി ആയിരിക്കും ഇവിടെ എത്തുന്നത്. എന്ന് വെച്ചാൽ എന്തായിരിക്കും, ഇപ്പോൾ അവരുടെ ഈദും റംസാനൊക്കെ കഴിയുമ്പോഴത്തേനും നമ്മളെ തീർക്കാനുള്ള പരിപാടി ആയിരിക്കുമോ? എന്താണ്, എല്ലാവരും ഭയങ്കര പേടിയോടുകൂടിയാണ് എന്നോട് സംസാരിക്കുന്നത്. ഭയങ്കര വിഷമത്തോടെ ഇവിടെ കാര്യങ്ങളൊക്കെ. എന്താണ് കാര്യം, ഇവിടെ എന്തൊക്കെയാണ് നടക്കുന്നത്? ആരെങ്കിലും എന്തെങ്കിലും അറിയുന്നുണ്ടോ? നമസ്കാരം, സ്പോട്ട് ലൈവിലേക്ക് സ്വാഗതം. യമനിലെ ജയിലിൽ വധശിക്ഷ കാത്തു കഴിയുന്ന മലയാളി നഴ്സ് നിമിഷപ്രിയയുടെ ശബ്ദ സന്ദേശമാണ് ഇപ്പോൾ കേട്ടത്. വധശിക്ഷയ്ക്ക് ജയിൽ അധികൃതർക്ക് അറിയിപ്പ് കിട്ടിയതായി അറിയുന്നുവെന്ന് യമനിൽ വധശിക്ഷ കാത്തു കഴിയുന്ന നിമിഷപ്രിയയുടെ ശബ്ദ സന്ദേശത്തിൽ പറയുന്നു. ജയിലിലേക്ക് ഒരു അഭിഭാഷകയുടെ ഫോൺ വിളി എത്തിയെന്നാണ് നിമിഷ സന്ദേശത്തിൽ പറയുന്നത്. നിമിഷപ്രിയ ആക്ഷൻ കൗൺസിൽ ഭാരവാഹികൾക്കാണ് ഈ ഓഡിയോ സന്ദേശം ലഭിച്ചത്. ആക്ഷൻ കൗൺസിൽ കൺവീനറുമായി നിമിഷപ്രിയ ഇടപെട്ടു. ഇതിന് ഏറ്റവും പുതിയ വിവരങ്ങളുമായി TG സജിത്ത് ചേരുന്നുണ്ട്. വിവരങ്ങളുമായി സജിത്ത്, നിമിഷപ്രിയയുടെ മോചനത്തിന് വേണ്ടി പല രീതിയിലുള്ള ഇടപെടലുകൾ ഇന്ത്യ ഗവൺമെന്റ് അടക്കം നടത്തിയതാണ്. പക്ഷെ ഏറ്റവും ഒടുവിൽ നിരാശപ്പെടുത്തുന്ന രീതിയിലുള്ള വാർത്തകൾ പുറത്തു വരുന്നു. അതായത് വധശിക്ഷ നടപ്പാക്കാനുള്ള നടപടികൾ തുടങ്ങിയെന്നാണോ മനസ്സിലാക്കേണ്ടത്? ആശങ്കപ്പെടുന്നതാണ് നിമിഷപ്രിയയുടെ വാക്കുകൾ നമ്മൾ കേട്ടത്, ടോം. കാരണം ഇത് ആദ്യമായിട്ടാണ് ജയിലിൽ നിന്നുമുള്ള ഇത്തരമൊരു അവസ്ഥ പങ്കുവെച്ചുകൊണ്ട് നിമിഷപ്രിയ ഒരു ഫോൺ സന്ദേശം, ഒരു ശബ്ദ സന്ദേശം ഈ നിമിഷപ്രിയയെ രക്ഷപ്പെടുത്താൻ വേണ്ടി നടക്കുന്ന പ്രവർത്തനങ്ങളുടെ ആക്ഷൻ കൗൺസിൽ കൺവീനർ ജയൻ ഇടപ്പാളിന് അയച്ചു കൊടുക്കുന്നത്. ഇതിലാണ് അവിടുത്തെ സാഹചര്യങ്ങൾ സൂചിപ്പിക്കുന്നത്. അതായത് നിമിഷപ്രിയയുടെ മോചനത്തിന് വേണ്ടി നടക്കുന്ന ഒരു വലിയ ശ്രമങ്ങൾ നമുക്കറിയാം. വലിയ രീതിയിലുള്ള ഇടപെടലുകൾ വിവിധ മേഖലകളിൽ നിന്നായി നടന്നു വരികയാണ്. ഇതിനുവേണ്ടി പ്രത്യേക ആക്ഷൻ കൗൺസിൽ രൂപീകരിച്ചു എന്നതിനും അപ്പുറം അവിടെ എത്തി മധ്യസ്ഥ ചർച്ചകൾ, അത് ഒരു പരിധി ഒരു മുന്നോട്ട് പോകുന്ന സാഹചര്യമാണ് നിലവിലുള്ളത്. അതിനിടയിലാണ് ഇത്തരം ആശങ്കപ്പെടുന്ന സാഹചര്യം വരുന്നത്. നേരത്തെ ഇത് സംബന്ധിച്ച് ചില സൂചനകൾ, അതായത് അവിടുത്തെ സുപ്രീം കൗൺസിൽ ഈ വധശിക്ഷ ശരിവെച്ചുകൊണ്ടുള്ള തീരുമാനം വന്നപ്പോൾ തന്നെ ആശങ്ക ഉയർന്നിരുന്നു. പക്ഷേ അതൊരു സ്വാഭാവിക നടപടിക്രമം മാത്രമാണ് എന്നതായിരുന്നു അന്ന് പറഞ്ഞിരുന്നത്. പക്ഷേ അതിനപ്പുറത്തേക്ക് വീണ്ടും സാഹചര്യങ്ങൾ നീളുന്നു എന്നതാണ്. അതായത് ഈ മരിച്ച യമൻ പൗരൻ്റെ കുടുംബാംഗങ്ങളുമായുള്ള സംസാരം, അത് ഒരു പരിധിക്കപ്പുറത്തേക്ക് മുന്നോട്ട് പോകാൻ കഴിയാത്തത് ആശങ്ക ഉയർത്തുന്നുണ്ട്. അത് നേരത്തെ ഈ മധ്യസ്ഥ ശ്രമങ്ങൾക്ക് വേണ്ടി ശ്രമിക്കുന്നവർക്കും വെല്ലുവിളിയായിട്ടുണ്ട്. നേരത്തെ ഈ യമനിലെത്തി അവിടെ മധ്യസ്ഥ ശ്രമങ്ങൾ നടത്തുമ്പോൾ ഈ നിമിഷപ്രിയയുടെ അമ്മയടക്കം അവിടെ എത്തിയിട്ടുണ്ട്. അവർ പലവട്ടവും ഈ കുടുംബാംഗങ്ങളുമായി ബന്ധപ്പെട്ടെങ്കിലും ആ ചർച്ചകൾ മുന്നോട്ട് പോകാത്ത സാഹചര്യങ്ങൾ ഉണ്ടായിട്ടുണ്ട്. പ്രത്യേകിച്ച് യമനിൽ അവിടെ ഇന്ത്യ സർക്കാരിന് വിദേശകാര്യ നയതന്ത്ര ബന്ധങ്ങൾക്ക് ഇടപെടുന്നതിന് പരിമിതിയുള്ള ഒരു സ്ഥലമാണ്. സർക്കാർ സംവിധാനങ്ങൾ ദുർബലമായൊരു സ്ഥലമാണ്. അതുകൊണ്ട് തന്നെ ഗോത്രവംശ നേതാക്കളുമായുള്ള ഇടപെടലുമൊക്കെ ആശയവിനിമയം നടത്തിക്കൊണ്ടാണ് മുന്നോട്ട് പോകുന്നത്. അത്തരത്തിൽ ഈ നിമിഷപ്രിയയുടെ മോചനത്തിന് വേണ്ടിയുള്ള ശ്രമങ്ങൾക്ക് വെല്ലുവിളി പലതുണ്ടാകുന്നുണ്ട്. ഇതിനിടയിലാണ് ഇത്തരം ആശങ്കപ്പെടുന്ന ഒരു കാര്യം കൂടി വ്യക്തമായി വരുന്നത്. നിമിഷപ്രിയയുടെ ഫോൺ സന്ദേശത്തിൽ വ്യക്തമാക്കുന്നത് അത് ഇങ്ങനെയാണ്: ജയിൽ അധികൃതർക്ക് വധശിക്ഷയുടെ തീയതിയും മറ്റും തീരുമാനിക്കുന്നതിനുള്ള അന്തിമമായ ഓർഡർ ലഭിച്ചിരിക്കുന്നു എന്ന സൂചനയാണ് പങ്കുവയ്ക്കുന്നത്. അതിൽ നിമിഷപ്രിയ തന്നെ പങ്കുവയ്ക്കുന്നത് ഈ റംസാന് ശേഷം ഒരുപക്ഷെ വധശിക്ഷ നടപ്പിലാക്കിയേക്കുമോ എന്ന ആശങ്കയാണ് അവർ. മരണം കാത്തു കഴിയുന്ന ഒരു സ്ത്രീ, അവർ അങ്ങേയറ്റം ആശങ്കയോടെ ഈ രക്ഷാ കൗൺസിൽ, ഈ ആക്ഷൻ കൗൺസിൽ ഭാരവാഹികൾക്ക് അയച്ച ശബ്ദ നോട്ടിലാണ് ഇത്തരം ആശങ്കകൾ പങ്കുവയ്ക്കുന്നത്. എന്തായാലും ആശങ്കപ്പെടുന്ന സാഹചര്യമാണ് പുറത്തു വരുന്നത്. നിമിഷപ്രിയയുടെ വാക്കുകളിലുള്ളതും അതുതന്നെയാണ്. TG സജിത്താണ് വിവരങ്ങൾ നൽകിയത്. ഏതായാലും വളരെ ആശങ്കപ്പെടുത്തുന്ന രീതിയിലുള്ള വാർത്തകൾ പുറത്തു വരുന്നു ഇപ്പോൾ. പക്ഷേ ഈ ശബ്ദ സന്ദേശത്തിൽ വ്യക്തമായി നിമിഷപ്രിയ തന്നെ പറയുന്നുണ്ട്, ഒരു വനിതാ അഭിഭാഷക
തന്നെ ബന്ധപ്പെട്ടിരുന്നുവെന്ന്. അതിലടക്കം പല ദുരൂഹതകളുണ്ട്. കാരണം സാധാരണഗതിയിൽ നോമ്പ് കാലത്ത് ഇത്തരം വധശിക്ഷകൾ നടപ്പാക്കാറില്ല. പക്ഷേ ഇനി നോമ്പ് കാലം കഴിഞ്ഞ ശേഷമുള്ള നടപടികൾ, അതിന് മുന്നോടിയായിട്ടുള്ള നടപടികളാണോ ഇപ്പോൾ നടക്കുന്നത് എന്ന കാര്യങ്ങൾ ഉൾപ്പെടെ പരിശോധിക്കേണ്ടതാണ്. എന്തായാലും ഒരിക്കൽ കൂടി നിമിഷപ്രിയ എന്താണ് പറഞ്ഞതെന്ന് കേൾക്കാം. ഞാനിപ്പോൾ പാനാണ്ട് വിശേഷം ഇവിടുത്തെ കുറച്ചു നേരം മുമ്പ് ഒരു അരമണിക്കൂർ മുമ്പ് വിളിച്ചൊരു ലോയർ സ്ത്രീ, വേറൊരു ലോയർ സ്ത്രീ, കഴിഞ്ഞ ദിവസം അബ്ദുൽ ഫത്തയെ കണ്ട ലോയർ സ്ത്രീ അല്ല, വേറൊരു ലോയർ സ്ത്രീ അവരുമായിട്ട് അവർ തന്നെ ഫോണിൽ ഇവിടുത്തെ മെയിൻ ഓഫീസിലെ ഫോണിലേക്ക് വിളിച്ചിട്ട് നിമിഷയെ വേണം എന്ന് പറഞ്ഞിട്ട് അവിടെ തന്നെ വിളിച്ചായിരുന്നു. ഞാൻ പോയി ഫോൺ അറ്റൻഡ് ചെയ്തു. അന്നേരം അവരെന്നോട് പറയുന്നത് ഇങ്ങനെയാണ്, വധശിക്ഷ നടപ്പാക്കാനുള്ള ഡേറ്റ് ഫിക്സ് ചെയ്തു എന്നാണ് പറയുന്നത്. അതിൻ്റെ ഓർഡർ ഇവിടെ ജയിലിൽ വരെ എത്തിയിട്ടുണ്ട് എന്നാണ് പറയുന്നത്. എന്ന് വെച്ചാൽ അതിപ്പോൾ ജയിലിലെത്തുന്നത് എല്ലാവരുടെയും സൈനോട് കൂടി ആയിരിക്കും ഇവിടെ എത്തുന്നത്. എന്ന് വെച്ചാൽ എന്തായിരിക്കും, ഇപ്പോൾ അവരുടെ ഈദും റംസാനൊക്കെ കഴിയുമ്പോഴത്തേനും നമ്മളെ തീർക്കാനുള്ള പരിപാടി ആയിരിക്കുമോ? എന്താണ്, എല്ലാവരും ഭയങ്കര പേടിയോടുകൂടിയാണ് എന്നോട് സംസാരിക്കുന്നത്. ഭയങ്കര വിഷമത്തോടെ ഇവിടെ കാര്യങ്ങളൊക്കെ, എന്താണ് കാര്യം, ഇവിടെ എന്തൊക്കെയാണ് നടക്കുന്നത്, ആരെങ്കിലും എന്തെങ്കിലും അറിയുന്നുണ്ടോ? ഏറെ ആശങ്കയോടുകൂടിയാണ് നിമിഷപ്രിയ ആ ശബ്ദ സന്ദേശത്തിൽ അനുഭവങ്ങൾ പങ്കുവെക്കുന്നത്. ഒരു വനിതാ അഭിഭാഷക ബന്ധപ്പെട്ടുവെന്നും ഈ വധശിക്ഷയ്ക്കുള്ള നടപടികൾ ആരംഭിച്ചു എന്ന രീതിയിലുള്ള സൂചനകൾ നൽകിയെന്നുമാണ് നിമിഷപ്രിയ ഈ ഓഡിയോ സന്ദേശത്തിൽ പറയുന്നത്. പല രീതിയിലുള്ള നിമിഷപ്രിയയെ മോചനത്തിനു വേണ്ടിയുള്ള പല രീതിയിലുള്ള ഇടപെടലുകൾ നടന്നിരുന്നു. ഇന്ത്യ ഗവൺമെന്റ് തന്നെ ഇതിനു വേണ്ടിയുള്ള നീക്കങ്ങൾ നടത്തിയിരുന്നു. ബ്ലഡ് മണി ഈ കൊല്ലപ്പെട്ട യമൻ പൗരന്റെ കുടുംബത്തിന് നൽകുന്നതുമായി ബന്ധപ്പെട്ട ചർച്ചകളൊക്കെ പുരോഗമിച്ചിരുന്നു. അതിന്റെ പ്രാരംഭ നടപടികൾ ആരംഭിച്ചിരുന്നു. നിമിഷപ്രിയയുടെ അമ്മ ഒരു ഘട്ടത്തിൽ യമനിലെത്തുകയും ഈ തങ്ങളുടെ കുടുംബത്തിന്റെ നിസ്സഹായാവസ്ഥയൊക്കെ അവരെ ബോധിപ്പിച്ചതുമാണ്. പക്ഷേ നിർഭാഗ്യവശാൽ ചർച്ചകളൊക്കെ ഒരു ഘട്ടത്തിൽ വഴിമുട്ടുന്ന സാഹചര്യം ഉണ്ടാകുന്നു. TG സജിത്ത് ഒരിക്കൽ കൂടി ചേരുന്നുണ്ട്. സജിത്ത്, പ്രത്യേകിച്ചും ഈ ഗൾഫ് രാജ്യങ്ങളിൽ, യമൻ ഉൾപ്പെടെയുള്ള രാജ്യങ്ങളിലൊക്കെ ഈ നോമ്പുകാലത്ത് വധശിക്ഷകൾ നടപ്പാക്കാറില്ല, അതിന്റെ നടപടികളിലേക്ക് കിടക്കാറില്ല. പക്ഷേ സജിത്തിലേക്ക് എത്താം. എന്തായാലും ഏറെ ആശങ്കകരമായിട്ടുള്ള വാർത്തകൾ തന്നെയാണ് പുറത്തു വരുന്നത്. കാരണം വിദേശ രാജ്യങ്ങളിൽ, ഗൾഫ് രാജ്യങ്ങളിൽ നിരവധി മലയാളികൾ വധശിക്ഷ കാത്ത് ജയിലുകളിൽ കഴിയുന്നുണ്ട്. പക്ഷെ അവരുടെ മോചനത്തിന് വേണ്ടിയുള്ള ഇടപെടലുകൾ സർക്കാരിന്റെ ഭാഗത്തുനിന്നും മറ്റ് സന്നദ്ധ സംഘടനകളുടെ ഭാഗത്തുനിന്നൊക്കെ ഇപ്പോൾ നിമിഷ ആക്ഷൻ കൗൺസിൽ പ്രതിനിധി ശ്രീ സുഭാഷ് ചന്ദ്രൻ ചേരുന്നുണ്ട്. ശ്രീ സുഭാഷ്, ഏറ്റവും കൂടുതൽ ആശങ്കപ്പെടുത്തുന്ന രീതിയിലുള്ള ചില സന്ദേശങ്ങൾ പുറത്തു വരുന്നുണ്ടല്ലോ. നിമിഷപ്രിയയുടെ വധശിക്ഷയ്ക്കുള്ള നടപടികൾ തുടങ്ങി എന്ന രീതിയിൽ ഏറെ സങ്കടകരമായിട്ടുള്ള ചില സന്ദേശങ്ങളാണ്, ചില വാക്കുകളാണ് നിമിഷപ്രിയയുടെ വാക്കുകളും തന്നെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്താണ് നിമിഷ പറഞ്ഞു വെക്കുന്നത്? ഇന്നലെ വളരെ വൈകിട്ടാണ് നിമിഷപ്രിയ ആക്ഷൻ കൗൺസിലിന്റെ ജനറൽ കൺവീനർ ശ്രീ ജയൻ എടപ്പാളിന് നിമിഷയുടേതായിട്ടുള്ള ഇത്തരം ഒരു സന്ദേശം ലഭിക്കുന്നത്. ഈ സന്ദേശത്തെ സംബന്ധിച്ച് നിമിഷയ്ക്ക് ജയിലിൽ ആക്സസബിൾ ആയിട്ടുള്ള ഫോണിൽ നിന്ന് തന്നെയാണ് ഈ സന്ദേശം ലഭിച്ചിരിക്കുന്നത്. നിമിഷയുടെ സന്ദേശം തന്നെയാണ്. പക്ഷെ അതേസമയം ഈ സന്ദേശത്തിനകത്ത് നിമിഷ പറയുന്നത് അവർക്ക് ജയിൽ ഒരു ഫോൺ കോൾ ലഭിക്കുകയും ഒരു വനിതാ അഭിഭാഷക അവരെ വിളിച്ച് ഇത്തരത്തിൽ അവരുടെ വധശിക്ഷയുമായി ബന്ധപ്പെട്ടുള്ള നടപടികൾ മുന്നോട്ട് പോകുന്നു എന്ന് പറയുന്നു എന്നുള്ള വിവരമാണ് പറയുന്നത്. നിമിഷയെ ഏതെങ്കിലും തരത്തിൽ ജയിൽ അധികൃതർ ഔദ്യോഗികമായി അറിയിക്കുകയോ യമൻ അധികൃതർ ഔദ്യോഗികമായി അറിയിക്കുകയോ ചെയ്തതായി നിമിഷ പറയുന്നില്ല. അതുകൊണ്ട് തന്നെ ഇക്കാര്യത്തിനകത്തൊരു സ്ഥിരീകരണം നടത്താൻ നമുക്കിപ്പോൾ സാധ്യമല്ല. ഞങ്ങൾ ഇക്കാര്യങ്ങൾ ബന്ധപ്പെട്ട അധികൃതരുമായി ബന്ധപ്പെടാൻ വേണ്ടിയുള്ള ശ്രമം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷെ ഇങ്ങനൊരു സന്ദേശം വന്ന സമയത്ത് അത് വളരെ ആശങ്കാജനകമാണ് എന്നുള്ളത് കൊണ്ട് തന്നെ ഞങ്ങളത് പബ്ലിക് ഡൊമൈനിൽ വെക്കുകയാണ് ഉണ്ടായത്. ഇക്കാര്യത്തിനകത്ത് സർക്കാരിന്റെ ഭാഗത്തു നിന്നും അതോടൊപ്പം തന്നെ നമ്മുടെ മറ്റ് മന്ത്രാലയങ്ങളുടെയും എംബസിയുടെ ഒക്കെ ഭാഗത്തു നിന്നുള്ള ഒരു വലിയ രീതിയിലുള്ള ഇടപെടലാണ് ആവശ്യമായിട്ടുള്ളത് ഇത് സ്ഥിരീകരിക്കാൻ വേണ്ടിയിട്ട്. ഏതായാലും ആശങ്കാജനകമാണ് എന്ന് പറയുന്ന സമയത്ത് തന്നെ ഇത് എത്രത്തോളം വസ്തുതാപരമാണ് എന്നുള്ള കാര്യത്തിനകത്ത് ഒരു സ്ഥിരീകരണം വരേണ്ടതുണ്ട്. അതിന് യമൻ പോലെയുള്ള ഒരു രാജ്യത്തിനകത്ത് ആ സ്ഥിരീകരണം നടത്താൻ സാധിക്കുക സർക്കാരിന് മാത്രമാണ്. തീർച്ചയായും ശ്രീ സുഭാഷ് ചന്ദ്രൻ, ഇത് നിമിഷപ്രിയയുടെ ഓഡിയോ സന്ദേശം അത് ഈ ആക്ഷൻ കൗൺസിൽ കൺവീനർക്ക് ലഭിക്കുന്നു.
നിലവിൽ യമനില് നിമിഷപ്രിയയ്ക്ക് വേണ്ടി നയതന്ത്ര ഇടപെടൽ നടത്തുന്നതിന് വേണ്ടി ആരെങ്കിലും മലയാളികളോ അല്ലെങ്കിൽ ആക്ഷൻ കൗൺസിൽപ്പെട്ട ആരെങ്കിലോ യമനിലുണ്ടോ? നമുക്ക് അവിടെ നിന്നും കൃത്യമായ വിവരങ്ങൾ ലഭ്യമാക്കാൻ എന്താണ് വഴിയുള്ളത്? നിമിഷപ്രിയ ആക്ഷൻ കൗൺസിൽ നേരിടുന്ന ഏറ്റവും വലിയ വെല്ലുവിളി അത് തന്നെയാണ്. നേരത്തെ സാമുവൽ ജെറോം എന്ന് പറയുന്ന ഒരു വ്യക്തിയാണ് ഇക്കാര്യങ്ങൾ കോർഡിനേറ്റ് ചെയ്തിരുന്നത്. അദ്ദേഹത്തിന്റെ ആവശ്യപ്രകാരം നിമിഷപ്രിയ ആക്ഷൻ കൗൺസിൽ 2 ഘട്ടങ്ങളിലായി ഏതാണ്ട് 38 ലക്ഷം രൂപ യമനിലേക്ക് അയച്ചു കൊടുക്കുകയും ചെയ്തു ഈ നെഗോസിയേഷൻ പ്രോസസിന് വേണ്ടിയിട്ട്. പക്ഷെ ആ പണം ലഭിച്ചതിന് ശേഷം അദ്ദേഹം നിമിഷപ്രിയ ആക്ഷൻ കൗൺസിലുമായിട്ടുള്ള ബന്ധം പൂർണ്ണമായും വിച്ഛേദിക്കുന്ന സാഹചര്യമാണ് ഉണ്ടായത്. ഇപ്പോൾ ഞങ്ങളുടെ അറിവിൽ അദ്ദേഹം നിമിഷയുടെ അമ്മയെ അവിടെ തനിച്ചാക്കിക്കൊണ്ട് അദ്ദേഹം ഇപ്പൊ ഇന്ത്യയിൽ കുടുംബസമേതം എത്തിയിരിക്കുകയാണ്. അപ്പൊ ഈ സാഹചര്യത്തിൽ അദ്ദേഹത്തിന്റെ ഭാഗത്തുനിന്ന് ഒരു സ്ഥിരീകരണമോ അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ഭാഗത്തുനിന്ന് ഒരു പ്രതികരണമോ ലഭിക്കുന്നില്ല അദ്ദേഹത്തിന്. കാരണം അദ്ദേഹം ഇന്ത്യയിൽ കൂടിയാണ് എന്നുള്ളൊരു സാഹചര്യം കൂടിയുണ്ട്. അപ്പോൾ ഇത്തരം ഒരു സാഹചര്യത്തിൽ ഈ പൂർണ്ണമായും ബന്ധം വിച്ഛേദിക്കുന്നു, സാമ്പത്തികമായി ലഭിച്ചതിന് ശേഷം വരുന്നു എന്നുള്ളത് ഇക്കാര്യങ്ങളെല്ലാം ഞങ്ങൾ നേരത്തെ പബ്ലിക് ഡൊമൈനിൽ പറഞ്ഞിട്ടുള്ളതാണ്. നിമിഷപ്രിയ ആക്ഷൻ കൗൺസിൽ സത്യത്തിൽ വലിയൊരു പ്രതിസന്ധി നേരിട്ടുകൊണ്ടിരിക്കുകയാണ്. ഞങ്ങൾക്ക് അവിടെ സഹായിക്കാൻ മറ്റാളുകളില്ല. സഹായിക്കാനുണ്ടായിരുന്ന വ്യക്തി ആവശ്യപ്പെട്ട പ്രകാരം ഞങ്ങൾ പണം നൽകി. പക്ഷെ ആ പണത്തിന്റെ കണക്കുകളോ നടക്കുന്ന ചർച്ചയുടെ വിശദാംശങ്ങളോ അറിയിക്കുന്നില്ല. ഇപ്പൊ ഏറ്റവും ഒടുവിൽ നിമിഷമായിട്ടുള്ള ഒരു ശബ്ദ സന്ദേശം മാത്രമാണ് ഞങ്ങൾക്ക് ലഭിച്ചിട്ടുള്ളത്. അത് തന്നെ അവർക്ക് ജയിലിലേക്ക് ഒരു ഫോൺ ലഭിച്ചു എന്നുള്ള വിവരം മാത്രമാണ്. അവരെ ജയിലധികൃതർ ഔദ്യോഗികമായി അറിയിക്കുകയോ അതല്ലെങ്കിൽ ഇതുമായി ബന്ധപ്പെട്ട് എവിടെയാണ് വീഴ്ച സംഭവിച്ചത്? ഈ സാമുവൽ ജെറോം തുടക്കം മുതൽ തന്നെ നമുക്കറിയാവുന്നതാണ്, തുടക്കം മുതൽ തന്നെ നിമിഷയുടെ ഇടപെടലിന് വേണ്ടി പ്രവർത്തിച്ചു എന്നൊക്കെയാണ് ഞങ്ങൾ കേട്ടിട്ടുള്ളത്. ഈ സാമുവൽ ജെറോം ഈ ആക്ഷൻ കൗൺസിലിനെ അടക്കം കബളിപ്പിച്ചു എന്നാണോ മനസ്സിലാക്കേണ്ടത്? അങ്ങനെ കബളിപ്പിച്ചു എന്ന് ഒരു സ്റ്റേറ്റ്മെന്റ് ഇപ്പോൾ ഞങ്ങൾ നടത്തുന്നില്ല. പക്ഷേ സ്വാഭാവികമായും അത്തരമൊരു ഒരു ആശങ്കയാണ് അല്ലെങ്കിൽ അത്തരത്തിലുള്ള സംശയമാണ് ഞങ്ങൾക്ക് ഉണ്ടാകുന്നത്. കാരണം അദ്ദേഹം ആവശ്യപ്പെട്ട പ്രകാരം അദ്ദേഹം അവിടെ യമനിലുള്ള ഒരു ഇന്ത്യക്കാരൻ എന്ന രീതിയിൽ കാര്യത്തിനകത്ത് ഇടപെടുന്ന ഒരാളെന്ന രീതിയിലാണ് അദ്ദേഹം ആദ്യഘട്ടം മുതൽ അദ്ദേഹവുമായി ഞങ്ങൾ സഹകരിച്ചു പോരുന്നത്. അദ്ദേഹത്തിന്റെ ആവശ്യപ്രകാരം അദ്ദേഹത്തിന്റെ നിർദ്ദേശപ്രകാരവും അവിടുത്തെ അഭിഭാഷകന്റെ നിർദ്ദേശപ്രകാരവുമാണ് പൊതുജനങ്ങളിൽ നിന്ന് സമാഹരിച്ച് 38 ലക്ഷം രൂപ 2 ഘട്ടങ്ങളിലായി നിമിഷപ്രിയ ആക്ഷൻ കൗൺസിൽ യമനിലേക്ക് അയച്ചു കൊടുത്തത്. ആ പണം കൈപ്പറ്റിയതിന്റെ തൊട്ടടുത്ത ദിവസം തന്നെ നിമിഷപ്രിയ ആക്ഷൻ കൗൺസിലുമായിട്ടുള്ള പൂർണ്ണമായ ബന്ധം വിച്ഛേദിക്കുന്നു എന്നുള്ള സാഹചര്യം വരുന്ന സമയത്ത് ഇതിനെല്ലാം സംശയദൃഷ്ടിയോടുകൂടി കാണേണ്ടി വരും. ഇപ്പോൾ അദ്ദേഹം ഞങ്ങളുടെ കോളുകൾക്ക് പ്രതികരിക്കുന്നില്ല, ഞങ്ങളുടെ മെസ്സേജുകൾക്ക് പ്രതികരിക്കുന്നില്ല, വേറൊരു തരത്തിലുള്ള അപ്ഡേറ്റ്സ് തരുന്നില്ല. പണം പൂർണ്ണമായും ലഭിച്ചതിന് ശേഷം ഈ ആക്ഷൻ കൗൺസിലുമായുള്ള ബന്ധം വിച്ഛേദിക്കുന്ന സമയത്ത് ചില സംശയങ്ങൾ സ്വാഭാവികമായും ഞങ്ങളുടെ മനസ്സിലേക്ക് ഉണ്ട്. പക്ഷേ ഈ നിമിഷയുടെ ജീവൻ രക്ഷിക്കുക എന്നുള്ളതാണ് ആത്യന്തികമായി ഞങ്ങളുടെ ലക്ഷ്യം എന്നുള്ളത് കൊണ്ട് ഞങ്ങൾ ആ ഒരു കോൺഫ്ലിക്റ്റിലേക്ക് അത്തരം ഒരു ആരോപണങ്ങളിലേക്കൊന്നും ഞങ്ങളിപ്പോൾ പോകുന്നില്ല. പക്ഷേ നിലവിലുള്ള സാഹചര്യത്തിൽ അദ്ദേഹത്തിന് പോലും ഇക്കാര്യങ്ങൾ അറിയുന്നില്ല. അദ്ദേഹത്തിന്റെ ഭാഗത്ത് നിന്ന് ഏതെങ്കിലും തരത്തിലുള്ള സ്ഥിരീകരണം വരുന്നില്ല. നിമിഷയ്ക്ക് ഇന്നലെ അവിടെ ജയിലിൽ ലഭിച്ച ഒരു ഫോൺ കോൾ മാത്രമാണ്. ആ സന്ദേശത്തിന്റെ അടിസ്ഥാനത്തിൽ നിമിഷ വാട്സപ്പിലൂടെ കൈമാറിയ ഒരു സന്ദേശം മാത്രമാണ് ഇപ്പോൾ ഞങ്ങളുടെ മുമ്പിലുള്ളത്. ഒരു മലയാളിയുടെ ജീവൻ രക്ഷിക്കുക എന്നുള്ള ഒരു ആത്യന്തികമായിട്ടുള്ള ആശങ്ക നിലനിൽക്കുന്ന അല്ലെങ്കിൽ ജീവൻ അപകടത്തിലാണെന്നുള്ള ആശങ്ക നിലനിൽക്കുന്നത് കൊണ്ട് അത് ഞങ്ങൾ പൊതുസമൂഹത്തിന് മുമ്പിൽ വെച്ചു. ഇക്കാര്യത്തിനകത്ത് സർക്കാർ ഇടപെടണം. സംസ്ഥാന സർക്കാരും കേന്ദ്ര സർക്കാരും അതോടൊപ്പം തന്നെ ഇന്ത്യൻ മിഷനും എല്ലാം അടിയന്തരമായി ഇടപെട്ടുകൊണ്ട് ഈ ലഭിച്ച സന്ദേശം ശരിയാണോ, അതിനകത്ത് എന്തെങ്കിലും സ്ഥിരീകരണമുണ്ടോ എന്ന് മനസ്സിലാക്കേണ്ടതുണ്ട്. അങ്ങനെ ഉണ്ടെങ്കിൽ അതിനാവശ്യമായ തീർച്ചയായും സർക്കാരിന്റെ ഇടപെടൽ തന്നെയാണ് ഈ വിഷയത്തിൽ ആവശ്യമുള്ളത്. നമുക്ക് അവിടുത്തെ എംബസിയുമായി മറ്റുമായി ബന്ധപ്പെടാൻ കഴിയുമോ തുടങ്ങിയ കാര്യങ്ങളൊക്കെ പരിശോധിക്കേണ്ടതാണ്. ശ്രീ സുഭാഷ് ചന്ദ്രൻ, ഈ ഒരു ഘട്ടത്തിൽ പ്രത്യേകിച്ചും വലിയൊരു ആശങ്ക ഇവിടെ നിലനിൽക്കുന്നുണ്ട്. നിമിഷപ്രിയയെ വീണ്ടും ബന്ധപ്പെടാൻ നമുക്ക് കഴിയുമോ? അതല്ലെങ്കിൽ എന്താണ് ഇനി അവരുമായി ബന്ധപ്പെടാനുള്ളൊരു വഴി? നിമിഷയ്ക്ക് ജയിലിൽ ലിമിറ്റഡ് ആയിട്ടുള്ള ആക്സസ് ആണ് ഫോണിനുള്ളത്. അവർക്ക് ആഴ്ചയിൽ ചില പ്രത്യേക ദിവസങ്ങളിൽ മാത്രമാണ് ഫോൺ ലഭിക്കുക. ആ ലഭിക്കുന്ന സമയത്ത് നൽകിയ സന്ദേശമാണ് ഇപ്പോൾ ലഭിച്ചിട്ടുള്ളത്. ഇത് തിരിച്ച് ഞങ്ങൾ ഇതിന്റെ മറുപടിക്ക് വേണ്ടി നിമിഷയ്ക്ക് മെസ്സേജ് അയച്ചിട്ടുണ്ട്. പക്ഷേ പിന്നീട് ഇനി അടുത്ത ദിവസങ്ങളിൽ അവർക്ക് ഫോൺ ലഭിക്കുന്ന സമയത്ത് മാത്രമേ ആ സന്ദേശത്തിന് അവർക്ക് മറുപടി അയക്കാൻ വേണ്ടി സാധിക്കുകയുള്ളൂ. അതിനുവേണ്ടി കാത്തിരിക്കുകയാണ്. ഏതായാലും നിമിഷയ്ക്ക് ഞങ്ങളുമായി ബന്ധപ്പെടാനും ഞങ്ങൾക്ക് തിരിച്ച് നിമിഷവുമായി ബന്ധപ്പെടാനും വളരെ ലിമിറ്റഡ് ആയിട്ടുള്ള ആക്സസ് മാത്രമാണുള്ളത്. അക്കാര്യങ്ങൾ ഞങ്ങൾ പൂർണ്ണമായും ശ്രമിക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ അടിയന്തരമായി ഇതിനകത്ത് ഇടപെടാൻ സാധിക്കുന്നത് സർക്കാരുകൾക്കാണ്. കാരണം ഇത്തരം ഒരു സന്ദേശം വന്നിട്ടുണ്ട്, ഒരു ആശങ്കാജനകമായിട്ടുള്ള രീതിയിലുള്ള സാഹചര്യം ഉരുത്തിരിഞ്ഞിട്ടുണ്ട് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് അതിനകത്ത് ഇന്ത്യൻ സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് മിനിസ്ട്രി ഓഫ് എക്സ്റ്റേണൽ അഫയേഴ്സിന്റെയും യമനിൽ ഉള്ള ഇന്ത്യൻ എംബസി, അതിപ്പോൾ പ്രവർത്തിക്കുന്നത് സൗദി അറേബ്യയിൽ നിന്നാണ്, അവർ നയതന്ത്ര തലത്തിൽ ഇടപെട്ടുകൊണ്ട് ഇതിനകത്ത് സ്ഥിരീകരണം വരുത്തണം. അത്തരത്തിലുള്ള ഏതെങ്കിലും നടപടികളിലേക്ക് പോകുന്നുണ്ടെങ്കിൽ അത് നിർത്തിവെക്കാൻ ആവശ്യമായിട്ടുള്ള ഔദ്യോഗികമായ ആവശ്യം ഉന്നയിക്കണം. അതോടൊപ്പം തന്നെ നിമിഷയ്ക്ക് ഈ നെഗോസിയേഷൻ ഉൾപ്പെടെയുള്ള പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോകാനുള്ള സാഹചര്യം ഒരുക്കണം എന്നുള്ള അഭ്യർത്ഥനയാണ് ഞങ്ങൾ സർക്കാരുകൾക്ക് മുമ്പിൽ വെക്കുന്നത്. വ്യക്തമാണ്. നിമിഷപ്രിയ ആക്ഷൻ കൗൺസിൽ പ്രതിനിധി ശ്രീ സുഭാഷ് ചന്ദ്രനാണ് ഇപ്പോൾ പ്രതികരിച്ചത്. ടി ജി സജിത്തിലേക്ക് ഒരിക്കൽ കൂടി. സജിത്ത്, ആക്ഷൻ കൗൺസിൽ പറയുന്നതനുസരിച്ച് ഇന്നലെ വൈകിട്ടോടുകൂടിയാണ് നിമിഷപ്രിയയുടെ ഈ ശബ്ദ സന്ദേശം ലഭിക്കുന്നത്. അതിനുശേഷം നിമിഷപ്രിയയെ ബന്ധപ്പെടാൻ സാധിക്കുന്നില്ല. നിമിഷയുടെ കേസുമായി ബന്ധപ്പെട്ട്
എന്താണ് അവിടുത്തെ സ്ഥിതി എന്നറിയാൻ പോലും മറ്റു വഴികളില്ലാത്തൊരു സാഹചര്യമുണ്ട്. ഇനി ആവശ്യമായിട്ടുള്ളത് സർക്കാരുകളുടെ ഇടപെടലാണ്. അതിനുള്ളൊരു സാവകാശം നിലനിൽക്കുന്നുണ്ടോ? ടോം, ഈ നിമിഷപ്രിയയുടെ മോചനത്തിന് വേണ്ടി എല്ലാവരും ഒന്നിച്ചു നിന്നാണ്, നമ്മുടെ ഇവിടുത്തെ ജനപ്രതിനിധികളെല്ലാം ഒന്നിച്ചു നിന്നുകൊണ്ടാണ് പണം സ്വരൂപിക്കാനുള്ള ശ്രമങ്ങൾ നടന്ന് പണം സ്വരൂപിച്ചത്. അതിനുശേഷമാണ് ഇത്തരം ശ്രമങ്ങൾ നടന്ന് ഏറ്റവും ശുഭസൂചനയുമായിട്ടാണ് ചർച്ചകൾ ഇതുവരെ മുന്നോട്ട് പോയിരുന്നത്. പക്ഷേ ഇപ്പോൾ വരുന്നത് ആശങ്കപ്പെടുന്ന വാർത്തകളാണ്. നേരത്തെ അഡ്വക്കേറ്റ് സുഭാഷ് ചന്ദ്രൻ സൂചിപ്പിച്ചതുപോലെ അത് നിമിഷയുടെ വാക്കുകൾ തന്നെയല്ലേ, നിമിഷയുടെ ശബ്ദം തന്നെയല്ലേ എന്ന സ്ഥിരീകരണത്തിന് വേണ്ടി അല്പം കൂടി ഒരു കാത്തിരിപ്പ് ചിലപ്പം വേണ്ടി വന്നേക്കാം. പക്ഷേ അവിടുത്തെ ആശങ്കപ്പെടുന്ന സാഹചര്യം സംബന്ധിച്ച കാര്യങ്ങൾ നിമിഷം തന്നെ പങ്കുവയ്ക്കുമ്പോൾ സ്വാഭാവികമായും നമുക്ക് ആശങ്കപ്പെടാനുണ്ട്. സർക്കാരിൻ്റെ ഒരു ഇടപെടൽ വേണ്ടി വരും. നേരത്തെ തന്നെ ഇത് പാർലമെന്റിലടക്കം പലവട്ടം വന്ന വിഷയമാണ്, നമ്മളെല്ലാവരും ചർച്ച ചെയ്തിട്ടുള്ളതുമാണ്. പക്ഷേ സർക്കാർ അധികൃതർ വ്യക്തമാക്കിയ ഒരു കാര്യം, ഒരു നയതന്ത്ര ഇടപെടൽ അസാധ്യമായ ഒരു സാഹചര്യം ആ രാജ്യത്തുണ്ട് എന്നത് വെല്ലുവിളിയാണ്. പക്ഷേ പരമാവധി ശ്രമങ്ങൾ നടക്കുന്നു എന്നതാണ് മനസ്സിലാവുന്നത്. അതുകൊണ്ട് തന്നെ സാധാരണ വിദേശ രാജ്യങ്ങളുമായി ബന്ധപ്പെട്ട് ഇന്ത്യൻ പൗരന്മാർ കുടുങ്ങിക്കിടക്കുമ്പോഴോ മറ്റു പ്രശ്നങ്ങളോ ഉണ്ടാകുമ്പോൾ നടത്താറുള്ള നയതന്ത്ര ഇടപെടൽ ഇവിടെ സാധ്യമല്ല എന്നൊരു സാഹചര്യമുണ്ട്. പക്ഷേ ശ്രമങ്ങൾ തുടരുന്നു എന്നതാണ്. എന്തായാലും അതിൻ്റെ അവസാന ഘട്ടത്തിൽ എത്തി നിൽക്കുമ്പോഴാണ് ഇപ്പോൾ നീക്കം ഇത്തരമൊരു വാർത്ത വരുന്നത്. നേരത്തെ അഡ്വക്കേറ്റ് സുഭാഷ് ചന്ദ്രൻ സൂചിപ്പിച്ചതുപോലെ ഈ നിമിഷയുടെ അമ്മ പ്രേമകുമാരി മാത്രമാണ് ഇപ്പോൾ അവിടെ ഉള്ളതെന്നാണ് മനസ്സിലാവുന്നത്. അങ്ങനെയെങ്കിൽ അവിടുത്തെ സാഹചര്യങ്ങൾ സംബന്ധിച്ച ഒരു അല്പം കൂടി വ്യക്തതയുള്ള സാഹചര്യങ്ങൾ വേണ്ടിവരും. എന്തായാലും ഔദ്യോഗികമായ ഒരു അറിയിപ്പുകളൊന്നും ഇതുവരെയും ഇക്കാര്യത്തിൽ ഉണ്ടായിട്ടില്ല എന്നതാണ് സാഹചര്യം. നമുക്കറിയാം, നിമിഷപ്രിയയെ യമനിലെ നിയമപ്രകാരം വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ടതാണ്. അതിൻ്റെ നടപടിക്രമങ്ങൾ മുന്നോട്ട് പോവുകയാണ്. ഇതിന് അപ്പുറമാണ് ഈ മരണപ്പെട്ട ആ യമൻ പൗരൻ്റെ കുടുംബവുമായി സംസാരിച്ച് ബ്ലഡ് മണി നൽകി ഒരു ധാരണയുണ്ടാക്കാനുള്ള ശ്രമം. സ്വാഭാവികമായും സർക്കാർ തലത്തിൽ ഈ വധശിക്ഷ നടപ്പിലാക്കാനുള്ള നടപടിക്രമങ്ങൾ അത് സ്വാഭാവികമായും മുന്നോട്ട് പോകും. ഇതിനിടയിൽ ഈ ചർച്ചകൾ പൂർത്തിയാക്കണം. ഇതായിരുന്നു നമുക്ക് മുന്നിലുണ്ടായിരുന്ന വെല്ലുവിളി. ആ നടപടിക്രമങ്ങൾ വൈകലുണ്ടാവുന്നു എന്നതാണ് ഇപ്പോഴത്തെ സാഹചര്യം. ആ വൈകലാവാം ഒരുപക്ഷെ ഇപ്പോൾ ഈ നടപടിക്രമങ്ങൾ മുന്നോട്ട് പോകുന്നതിന് കാരണമാവുകയും ചെയ്യുന്നത്. എന്തായാലും ആശങ്കപ്പെടുന്ന സാഹചര്യമാണ്. അതുകൊണ്ട് തന്നെ ഇടപെടൽ ഉണ്ടാവണം. ഇതുവരെ ഈ വിഷയത്തിൽ ഇടപെട്ട ജനപ്രതിനിധികൾ കൂടുതൽ ആർജവുമായി ഇടപെടേണ്ട സാഹചര്യമുണ്ട് എന്നതാണ് ഇപ്പോഴത്തെ ഈ വോയിസ് നോട്ട് അടക്കം നൽകുന്ന സൂചന.